അപ്പോൾ ഒന്ന് നെയ്ച്ചോറും ചിക്കൻ കറി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ ഇതാ രാവിലെ തന്നെ ഏട്ടൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വെച്ചാൽ ചോറിലേക്കുള്ളതാട്ടോ, മീൻസ് നെയ്ച്ചോറിലേക്കുള്ള ഇത് ചിക്കൻ കറിയിലേക്കുള്ള 2 വലിയ ഉള്ളി, തക്കാളി, കറിവേപ്പ്, ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, മീൻസ് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ഗ്രാമ്പൂ, പട്ട, മീൻസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇല്ലേ അത്, പിന്നെ പച്ചമുളക് 2 എണ്ണം, പിന്നെ നമ്മളെ ഇല, പുതിനയില, മല്ലിയില. ഓക്കെ, അമ്മ ചിക്കൻ ക്ലീൻ ചെയ്യുന്ന തിരക്കിലാട്ടോ. ബാക്കിയുള്ളതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ റൈസിലേക്ക് വേണ്ടതാണ്. ഉള്ളി, ഗ്രാമ്പൂ, പട്ട, നമ്മുടെ ഇലയൊക്കെ. ഞാൻ ചിക്കൻ ക്ലീൻ ചെയ്തതിന് ശേഷം മുളക് പൊടി ഇടുക, ആവശ്യത്തിന് നിങ്ങൾ എരിവിന് ആവശ്യത്തിന്, പിന്നെ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പിന്നെ ഗരം മസാല. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനാണ് കേട്ടോ അതൊക്കെ ഇടേണ്ടത്. പിന്നെ ഉപ്പും ആഡ് ചെയ്യാം. ഞാൻ ഇതിലേക്കൊരു ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് വെന്ത് കെട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യണം കേട്ടോ. കുറച്ച് ആഡ് ചെയ്താൽ മതി, കാരണം ചിക്കനിൽ നിന്ന് വെള്ളം വരും. അതിനുശേഷം ഉരുളക്കിഴങ്ങും കൂടി ആഡ് ചെയ്യുക. ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടാനാണ്. നമ്മൾ ചിക്കൻ അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ അത് വെച്ചു, അത് റെഡിയായി. പിന്നെ നമുക്ക് റൈസിലുള്ള പരിപാടിയാണ്. അപ്പം ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നെയ്യാണ് ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏത് നെയ്യ് വേണമെങ്കിൽ എടുക്കാം, പല ബ്രാൻഡിൻ്റെ ഉണ്ടല്ലോ, അപ്പോൾ ഏത് വേണമെങ്കിൽ എടുക്കാം. 3 ടീസ്പൂണാണ് ആഡ് ചെയ്തിട്ട് അമ്മയാണ് ഹെൽപ്പ് ചെയ്യണം എല്ലാത്തിനും. നമ്മൾ പട്ടയും ഗ്രാമ്പൊക്കെ ആദ്യം ഇട്ടു, എണ്ണ മീൻസ് നെയ്യ് ചൂടായതിന് ശേഷം. അതിന് ശേഷം നമ്മൾ ഇതിലേക്കുള്ള ഉള്ളി ഇടാം. ഉള്ളി നേർമേൽ അരിഞ്ഞിട്ട് വേണം ഇടാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, റൈസ് കുറച്ചും കൂടി ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് അത് മൂത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ റൈസ് ആഡ് ചെയ്യുക. അപ്പം അതിന് മുന്നേ നമ്മൾ 3 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ സെയിം അളവ്, മീൻസ് 6 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ റൈസ് ആഡ് ചെയ്തു. റൈസ് ആഡ് ചെയ്ത് നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം വേണം റൈസ് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചെറുനാരങ്ങ അതൊരു പകുതി പിഴിയണം കേട്ടോ. പിന്നെ അതിൽ ആഡ് ചെയ്യണം. എന്നിട്ട് മൂടി വെക്കുക. അത് മീൻസ് ആ വെള്ളം തിളയ്ക്കാൻ മൂടി വെക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ്റെ ഗ്രേവി റെഡിയാക്കാം. നമ്മളെടുത്ത് വെച്ച് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഗ്രാമ്പൂ, പട്ട അതൊക്കെ ആഡ് ചെയ്യുക. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി അതെല്ലാം ആഡ് ചെയ്യുക, കറിവേപ്പ് ആഡ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി അതൊന്നൊരു നല്ല സ്മെല്ല് വരുന്ന സമയത്ത് വേണം നമ്മൾ ഉള്ളി ആഡ് ചെയ്യാൻ. ചെറിയുള്ളിയാണ് ആദ്യം ആഡ് ചെയ്തത്. അതും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് വേണം നമുക്ക് ഉള്ളിയൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളെ വെള്ളം റെഡി ആയിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് അരി ആഡ് ചെയ്തു കേട്ടോ, റൈസ് ആഡ് ചെയ്തു. ഞാൻ കൈമ ഉപയോഗിച്ചു കേട്ടോ നെയ്ച്ചോറിന് വേണ്ടിയിട്ട്. കൈമ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മളിത് റൈസ് കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് വെച്ചാൽ നിങ്ങളുടെ രീതിയിൽ വെക്കുക. നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുക ചെയ്ത് കേട്ടോ. അതിന് മുന്നേ ചിക്കൻ കറിയിൽ നമ്മൾ ഉള്ളി ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ വീഡിയോയിൽ. പറയുമ്പോൾ അങ്ങനെ അത്ര സ്പീഡിലേക്ക് പറഞ്ഞു പോകാൻ പറ്റുന്നില്ല. പിന്നെ തക്കാളി ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുകളിലുള്ള ചിക്കൻ ഇങ്ങോട്ട് മാറ്റി, കാരണം പൊരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ മുകളിൽ വരുന്ന മസാല പിടിച്ച ചിക്കൻ പെട്ടെന്ന് ഇതായി കിട്ടാൻ വേണ്ടി പൊരിക്കുന്നതിലേക്ക് ആഡ് ചെയ്യും. ഇതൊരു എളുപ്പ വഴിയാട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ആ ഗ്രേവിയൊക്കെ നമ്മൾ ഈ ഉള്ളിയും തക്കാളിയും ഇതായതിൻ്റെ ശേഷം അതിലേക്ക് ആഡ് ചെയ്തു, മൂടി വെച്ചിട്ടു. അപ്പോൾ ചിക്കൻ കറി അവിടെ റെഡി ആയി കഴിഞ്ഞു. വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് മാറ്റിയാൽ മതി. നമ്മൾ നമ്മുടെ റൈസിലേക്ക് വേണ്ട കുറച്ച് ഉള്ളി നമ്മൾ ഇതേപോലെ ഈ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അവസാനം റൈസ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അവിടെ ചിക്കൻ ഫ്രൈ റെഡിയായി, കറി റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല കേട്ടോ.